നമസ്കാരം. ലൈവ് ക്വിസ് ഇതാ ഇപ്പോൾ മുതൽ ആരംഭിക്കുകയാണ്. എവിടെ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും എത്തിയ ശേഷം നമുക്ക് ക്വിസിലേക്ക് തുടങ്ങാം. ആരും എത്തിയിട്ടില്ല, വരട്ടെ എല്ലാവരും. എത്തുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റിൽ ഒരു ഹായ് ഇടുക. അപ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും. ഓരോരുത്തരായി വരുന്നുണ്ട്. നീതു കൃഷ്ണൻ, രാജേന്ദ്രൻ, ഇടയമ്മൽ ഒക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് പേര് കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഞായറാഴ്ചയാണ്. എല്ലാ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ഈ അവധിക്കാലത്ത് കൂട്ടക്ഷരങ്ങളുടെ ലൈവ് ക്വിസ് പരിപാടിയാണ്. അപ്പോൾ രസകരമായ ഒരു മണിക്കൂർ ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് പവിത്ര ഉണ്ണി. ഞാൻ കൂട്ടക്ഷരങ്ങളുടെ ഒരു എഡിറ്ററാണ്. അപ്പോൾ ഇന്നത്തെ ക്വിസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിയമങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. ഒന്നാമത്തെ കാര്യം, എൻ്റെ സ്ക്രീനിൽ കമൻറ്റിൻ്റെ ഓർഡറിൽ കാണുന്ന ആദ്യത്തെ 3 പേർക്കായിരിക്കും ഓരോ പോയിന്റ് വീതം നൽകുന്നത് ശരി ഉത്തരത്തിന്. രണ്ടാമത്തെ നിയമം, ഉത്തരം ത്തിലുള്ള ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഉത്തരം മൊത്തമായിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ആദ്യം പറയുന്ന ഉത്തരമായിരിക്കും എടുക്കുക. രണ്ടാമത് പറയുന്ന ഉത്തരം, അതായത് ഒരാൾക്ക് ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. രണ്ടാമത് പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ പോലും അത് എടുക്കില്ല. പിന്നെന്താണ്, ഗൂഗിളൊന്നും ചെയ്യാതെ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഉത്തരം പറയാൻ ശ്രമിക്കുക. ഇതൊരു ബുദ്ധി പരീക്ഷണമൊന്നുമല്ല. നമുക്ക് രസകരമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ബിനു മാത്യു, സിൽവി മൈക്കിൾ ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് പേരൊന്ന് ഗസ് ചെയ്യൂ, ഇന്ന് എന്തായിരിക്കും വിഷയം എന്നുള്ളത്. ആരെങ്കിലും അതിന് ശരി ഉത്തരം പറയുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോഴേക്കും കൂടുതൽ ആളുകൾ എത്തുകയും ചെയ്യും. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ശബ്ദം ഫീബിളൊന്നും അല്ലല്ലോ? ഇന്നത്തെ വിഷയം എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഇന്നത്തെ വിഷയം നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണലിയും ഒരുപാട് ബ്രാൻഡുകളുണ്ട്, ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ പരസ്യങ്ങൾ പലപ്പോഴും ചില ടാഗ് ലൈനുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ പരസ്യത്തിൽ ഉപയോഗിക്കുന്ന ചില ക്യാപ്ഷൻസ്, അല്ലെങ്കിൽ ഒരു പാട്ട്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്നുള്ള ബ്രാൻഡിനെ ഗസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വെല്ലുവിളി. അപ്പോൾ ബ്രാൻഡുകൾ കുറിച്ചുള്ള അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ക്വിസ് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. എല്ലാവരും റെഡിയാണോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജെൻസി വാക്കുകളെന്ന് സിൽവി മൈക്കിൾ. അല്ല, ജെൻസി വാക്കുകളല്ല. ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രാൻഡുകളുടെ ടാഗ് ലൈനിൽ നിന്ന് ബ്രാൻഡിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം ഇത് വളരെ എളുപ്പമാണ്. ആദ്യ ഉത്തരം പറയുന്ന 3 പേർക്കായിരിക്കും ഞാൻ പോയിന്റ് നൽകുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം, കണക്റ്റിംഗ് ഇന്ത്യ എന്നുള്ള ടാഗ് ലൈൻ ഉള്ളത് ആർക്കാണ്? കണക്റ്റിംഗ് ഇന്ത്യ എന്നുള്ള ടാഗ് ലൈൻ ഉള്ളത് ആർക്കാണ്? ആദ്യത്തെ ചോദ്യം ഇതാണ്, കണക്റ്റിംഗ് ഇന്ത്യ എന്നുള്ള ടാഗ് ലൈൻ ഉള്ളത് ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡാണ്.
പ്രഭാകര എന്ന് ഷൈബി ഷാജി പറയുന്നു. എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. കണക്റ്റിംഗ് ഇന്ത്യ എന്നുള്ള ടാഗ് ലൈൻ ഉള്ളത് ഏത് കമ്പനിക്കാണ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡിനാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വേഗം വേഗം ഉത്തരം പറയുക. കണക്റ്റിംഗ് ഇന്ത്യ എന്നുള്ള ടാഗ് ലൈൻ ഉള്ളത് ആർക്കാണ് എന്നുള്ളതാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. ഉത്തരം വരുന്നുണ്ട്. കണക്റ്റിംഗ് ഇന്ത്യ എന്നുള്ള ടാഗ് ലൈൻ ഉള്ളത് തീർച്ചയായിട്ടും BSNL-നാണ്. BSNL എന്നാൽ ഭാരത് സഞ്ചാർ, ഒരു സെക്കൻഡ്, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നുള്ള ഇന്ത്യയുടെ സ്വന്തം ടെലികോം കമ്പനിയുടെ ടാഗ് ലൈൻ ആണ്. BSNL എന്നുള്ള ടാഗ് ലൈൻ ആണ് കണക്റ്റിംഗ് ഇന്ത്യ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് നേടിയിരിക്കുന്നത് നിജു കൊല്ലയിൽ. അങ്ങനെ തന്നെയാണോ എന്നുള്ളത് പറയണേ. രണ്ടാമത് BSNL എന്നുള്ള ഉത്തരം പറഞ്ഞത് രാജേന്ദ്രൻ എടയമ്മൽ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സജന ഷാജി. അപ്പോൾ ഇവർക്ക് മൂന്നുപേർക്കുമാണ് ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. നിജു കൊല്ലയിൽ, രാജേന്ദ്രൻ ഇടയമ്മൽ, സജന ഷാജി. സിൽവി മൈക്കിൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രജീഷ് കുനിയിൽ പള്ളിക്കര ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജലീൽ വെള്ളില അല്ലേ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ BSNL എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? രണ്ടാമത്തെ ചോദ്യം, നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇച്ചിരി കേരളത്തിലേക്ക് വരാം. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നിജു കൊല്ല, ഓക്കെ അങ്ങനെയാണല്ലേ, ശരി. രണ്ടാമത്തെ ചോദ്യം, കേരളം കണി കണ്ടുണരുന്ന നന്മ. അത് ആരുടെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. കേരളം കണി കണ്ടുണരുന്ന നന്മ. കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നുള്ളത് ആരുടെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. വേഗം വേഗം ഉത്തരം കമന്റ് ചെയ്യുക. കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നുള്ളത് ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് ബ്രാൻഡിന്റെ ടാഗ് ലൈൻ ആണ്? പരസ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണ്. കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നുള്ള ടാഗ് ലൈൻ ആരുടെയാണെന്നുള്ളതാണ് ചോദ്യം. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉത്തരം വന്നിട്ടുണ്ട്. അതേ, നമ്മുടെ മിൽമ, കേരളത്തിന്റെ മിൽമയുടെ ടാഗ് ലൈൻ ആണ് കേരളം കണി കണ്ടു ഉണരുന്ന നന്മ എന്നുള്ളത്. ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജയശ്രീ ജോൺ ആണ്. ജയശ്രീക്ക് ഒരു പോയിന്റ്. രണ്ടാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഗായത്രി കാവിൽ, ഗായത്രിക്കാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് രാജേന്ദ്രൻ എടയമ്മൽ. ഓക്കെ, സിൽവി മൈക്കിൾ, അതുപോലെ രാജേഷ് കുനിയിൽ പള്ളിക്കര, രജിഷ പ്രശാന്ത്, സുചിത്ര തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷാഫി മോൻ, തുഷാര രാജേഷ്, ബിനു മാത്യു, ജീസ് കൈതാരം, ഹരി പുല്ലൂർ, തുഷാര രാജേഷ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഇവരെല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ അല്ലാഞ്ഞിട്ട് പോലും ആ നന്മ തിരിച്ചറിഞ്ഞ് എനിക്ക് 2 പോയിന്റ് തരുമോ? തരില്ല. ഇത് നന്ദിനിയുടെ ചോദിക്കുമ്പോൾ തരാം, ഇത് മിൽമയുടെ ചോദിക്കുമ്പോൾ 1 പോയിന്റ് ഉള്ളൂ. അടുത്ത ചോദ്യം, ഇത് പെട്ടെന്ന് കിട്ടുന്ന ഉത്തരം തന്നെയാണ്. പക്ഷേ ഇത് കുറച്ച് പണ്ട് ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡെന്നോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആണോ എന്ന് പറയാം. ഓക്കെ, ഇത് ഏതിൻ്റെ ആണെന്ന് പറയണം. മോർ കാർ പെർ കാർ. മോർ കാർ പെർ കാർ, അതായത് ഒരു കാറിൽ ഒരുപാട് കാറുകൾ, അല്ലെങ്കിൽ ഒരു കാർ എന്നാൽ ഒരുപാട് കാറുകൾ എന്നർത്ഥം വരുന്ന ഈ ടാഗ് ലൈൻ ഏത് പ്രൊഡക്റ്റിൻ്റെ ആണെന്നുള്ളതാണ് ചോദ്യം. മോർ കാർ പെർ കാർ. മോർ കാർ പെർ കാർ എന്നുള്ളത്
മോർ കാർ പെർ കാർ, അതായത് ഓരോ കാർ എന്ന് പറയുന്നത് ഒരു കാറല്ല, ഒരുപാട് കാറുകളാണ്, അതിന് സമാനമാണെന്നാണ് അർത്ഥമാക്കുന്നത്. അത് കുറച്ച് പഴയ ഒരു കാറിൻ്റെ ടാഗ് ലൈനാണ്. ആ കാർ ഇപ്പം ഇല്ല, അത് പ്രൊഡക്ഷൻ നിർത്തുകയും ചെയ്തു എന്ന് തോന്നുന്നു. ഇല്ല, എപ്പോഴും പോയിന്റ് വാങ്ങുന്നത് ശരിയില്ലാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്ന് ജയശ്രീ ജോൺ. അങ്ങനെയൊന്നുമില്ല, ഉത്തരം പറഞ്ഞോളൂ. മോർ കാർ പെർ കാർ എന്നുള്ള ടാഗ് ലൈൻ ഏത് പ്രൊഡക്റ്റിന്റെ ആണെന്നുള്ളതാണ് ചോദ്യം. വേഗം വരണേ. കാറാണ്, അപ്പൊ കാറിന്റെ പേര് മുഴുവനായിട്ട് പറയണം. മോർ കാർ പെർ കാർ ഏത് കാറിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. കാറിന്റെ പേര് മുഴുവനായിട്ട് പറയണേ, എന്നാലേ പോയിന്റ് കിട്ടുള്ളൂ. പകുതി പറഞ്ഞവർ എഡിറ്റ് ചെയ്ത് മുഴുവനാക്കിയാൽ പോയിന്റ് തരുന്ന കാര്യം പരിഗണിക്കാം. ചോദ്യം ഇതാണ്, മൂന്നാമത്തെ ചോദ്യമാണ്. മോർ കാർ പെർ കാർ എന്നുള്ള ടാഗ് ലൈൻ ഏത് കാറിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. മഴക്കാറാണോ എന്ന് ഹരി പുല്ലൂർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തോന്നും. ഇപ്പൊ ചൂടുകാലം ആയതുകൊണ്ട് മഴക്കാർ കാത്തിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഉത്തരം ടാറ്റ ഇൻഡിക്ക എന്നുള്ളതാണ്. ടാറ്റ ഇൻഡിക്ക ഇപ്പം ഇല്ല. ടാറ്റ ഇൻഡിക്കയുടെ ടാഗ് ലൈൻ ആയിരുന്നു മോർ കാർ പെർ കാർ. ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് SRK അബു ആണ്. ഒരു പോയിന്റ്. അംബാസഡർ എന്ന് ഹരി പുല്ലൂർ പറഞ്ഞിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു അംബാസഡറിനൊന്നും പരസ്യം ചെയ്യേണ്ട ഒരു സമയമൊന്നും എത്തിയില്ലെന്ന് തോന്നുന്നു. അതിനു മുമ്പേ അംബാസഡറൊക്കെ വിപണി വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ടാറ്റ ഇൻഡിക്ക എന്ന് രണ്ടാമത്തെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജീസ് കൈതാരമാണ്. അപ്പൊ ജീസിനൊരു പോയിന്റ്. രജിഷ പറഞ്ഞിരിക്കുന്നു പെർക്ക് അല്ല. സിൽവി മൈക്കിൾ മാരുതി അല്ല. നിജു കൊല്ലായിൽ പറയുന്നു ഇൻഡിക്ക. മുഴുവൻ പേര് പറയണം. വിമിത ടാറ്റ. രാജേന്ദ്രൻ ഇടയമലാണ് വീണ്ടും ടാറ്റ ഇൻഡിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാജേന്ദ്രനാണ് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ. SRK അബു, ജീസ് കൈതാരം, രാജേന്ദ്രൻ ഇടയമൽ ഇവർക്കാണ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ടാറ്റ ഇൻഡിക്ക എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇത് എളുപ്പമുള്ള ചോദ്യമാണ്, എല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ്. ലൈവിൽ ലാഗ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ലൈവ് ക്ലോസ് ചെയ്ത ശേഷം ഒന്നുകൂടി ഫേസ്ബുക്ക് ആപ്പിലേക്ക് വരൂ, അപ്പോൾ ശരിയാകുമായിരിക്കും. ഇവിടുത്തെ കണക്ഷൻ സ്ട്രോങ് ആണ്, പക്ഷെ എപ്പോഴും ഫേസ്ബുക്ക് ലൈവിന് ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കാറുണ്ട്. ചിലർക്ക് പക്ഷെ പെട്ടെന്ന് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് ഫേസ്ബുക്കിൻ്റെ ഓരോരോ സ്ഥലത്തുള്ള പ്രശ്നമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ചോദ്യം, വിശ്വാസം അതല്ലേ എല്ലാം ആരുടെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. വിശ്വാസം അതല്ലേ എല്ലാം. ഇതൊക്കെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഞാൻ ഉത്തരം പറഞ്ഞിട്ട് കാണുന്ന പോലും ഇല്ല. ഉണ്ടല്ലോ ജലീൽ വെള്ളില, ഞാൻ കണ്ടിരുന്നു ഉത്തരങ്ങൾ. മുകളിലേക്ക് പോയാൽ കാണാം. അംബാസഡർ എന്നല്ലേ അവസാനം പറഞ്ഞത്? അതുണ്ട് മുകളിൽ. ചോദ്യം ഇതാണ്, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് ഉള്ള ടാഗ് ലൈൻ ഉള്ളത് ഏത് കമ്പനിക്കാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരുടെ പരസ്യത്തിലാണ് എന്നുള്ളതാണ്. വിശ്വാസം അതല്ലേ എല്ലാം. കേരളത്തിലുള്ള എല്ലാ ജ്വല്ലറികളുടെ പേരും വരുന്നുണ്ട്. വിശ്വാസം അതല്ലേ എല്ലാം. ഉത്തരം വന്നിട്ടുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പൂർണ്ണമായും പറഞ്ഞവരാരാണെന്ന് നോക്കട്ടെ. വൈശാഖ് ജയ് ഭീമ ജ്വൽസ് പറഞ്ഞിട്ടുണ്ട്. അല്ല. കല്യാൺ ജ്വല്ലേഴ്സ് ആദ്യം പറഞ്ഞത് SRK അബു. ഓക്കെ, SRK അബുവിനൊരു പോയിന്റ്. ജീസ് കൈതാരം കല്യാൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രജീഷ് കുനിയിൽ അറ്റ്ലസ്, സിൽവി മൈക്കിൾ അറ്റ്ലസ് അല്ല. ജയശ്രീ ജോൺ മോഹൻലാൽ അല്ല.
മൂന്നാമത്തെ ആരാണ് കല്യാൺ ജ്വല്ലേഴ്സ് പറഞ്ഞത്? ബിനോ മാത്യു ആണ് എനിക്ക് കാണുന്നത്. രണ്ടാമത് കേട്ടോ, ബിനോ മാത്യു. മൂന്നാമത് പറഞ്ഞത് ശരി ഉത്തരങ്ങൾക്ക് ത്രില്ലില്ല. മലബാർ ഗോൾഡ് വരെ എത്തി കേട്ടോ. കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള ആരൊക്കെയുള്ളത്? SRK അബു ആണ് ഒന്ന്. രണ്ടാമത് ഒരു സെക്കൻഡ്, ഗായത്രി ആണെന്ന് തോന്നുന്നു അല്ലേ? എനിക്കിത് ഈ ഗായത്രി കാവിൽ. ഓക്കെ, ഈ കമന്റ് ഓടിപ്പോകുന്നുണ്ട്, അതാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ബിനോ മാത്യു. അതോ ബിനോ മാത്യു ആണോ രാജേന്ദ്രൻ ഇടയമ്മൽ ആണോ? രാജേന്ദ്രൻ ഇടയമ്മൽ ആണ് കേട്ടോ. പക്ഷെ ഞാൻ ബിനോ മാത്യുവിന് നേരത്തെ ഒരു പോയിന്റ് തന്നതുകൊണ്ട് ആ പോയിന്റ് എടുക്കുന്നില്ല. ഓക്കെ, കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. കല്യാൺ സിൽക്സിന് വേറെ ടാഗ് ലൈൻ ഉണ്ടോ എന്ന്. ഇത് കല്യാൺ ജ്വല്ലേഴ്സിന്റെ ടാഗ് ലൈൻ ആണ്, വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ളത്. കല്യാണിന് മൊത്തമായിട്ട് വേറെ പരസ്യം ഉണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കല്യാൺ ജ്വല്ലേഴ്സിന്റെ പരസ്യത്തിലാണ് ഈ ടാഗ് ലൈൻ കാണാറുള്ളത്. SRK, ഗായത്രി, രാജേന്ദ്രൻ. ഓക്കെ, ആ 3 പേരാണ്. പക്ഷെ ഞാൻ ബിനോ മാത്യുവിന് ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹത്തെ വിഷമിപ്പിക്കേണ്ടെന്നുള്ളത് കൊണ്ട് ആ പോയിന്റ് ഞാൻ തിരിച്ചെടുക്കുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യമാണ്. ഇത് ആര് പറയും നോക്കട്ടെ. ദ ഹാപ്പിയസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് എന്നുള്ള ടാഗ് ലൈനുള്ള ഇത് ആർക്കാണ്, അല്ലെങ്കിൽ ഏത് കമ്പനിക്കാണ്, ഏത് ബ്രാൻഡിനാണ്? ദ ഹാപ്പിയസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്. ദ ഹാപ്പിയസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് എന്നുള്ള ടാഗ് ലൈൻ ഉള്ളത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ഭൂമിയുടെ അറ്റത്താണെന്ന് ബിനോ മാത്യു. ബിനോ മാത്യു ഭൂമിയുടെ അറ്റത്താണെന്നാണോ, അതോ ദ ഹാപ്പിയസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് ഭൂമിയുടെ അറ്റത്താണെന്നാണോ? ദ ഹാപ്പിയസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് ഇതൊരു സ്ഥലമാണ് കേട്ടോ. ഒരു പക്ഷെ കുട്ടികളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം നമുക്കറിയില്ല, എങ്കിലും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ദ ഹാപ്പിയസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്. ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഡിസ്നിലാൻഡ് എന്നുള്ളതാണ് ഉത്തരം. ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് വൈശാഖ് ജയ് ആണ്. വൈശാഖിന് ഒരു പോയിന്റ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് SRK അബു ആണ്. SRK അബുവിന് ഒരു പോയിന്റ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ബിനോ മാത്യു ഡിസ്നി മാത്രമേ പറഞ്ഞുള്ളൂ. ഡിസ്നിലാൻഡ് അമേരിക്ക എന്ന് ജീസ് കൈതാരം പറഞ്ഞിട്ടുണ്ട്. ജീസിന് ഒരു പോയിന്റ്. അപ്പോൾ വൈശാഖിനും SRK അബുവിനും ജീസിനുമാണ് ഓരോ പോയിന്റ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് ഹിന്ദിയിലാണ്. ഇതിന്റെ മലയാളം എന്തായിരുന്നു ഞാൻ മറന്നുപോയി, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ദേശ് കാ നമക് എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ ഉപ്പ് ഏത് ബ്രാൻഡിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ദേശ് കാ നമക്. ദേശ് കാ നമക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉപ്പ് എന്ന ടാഗ് ലൈനുള്ള പ്രോഡക്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ദേശ് കാ നമക്. പെട്ടെന്ന് ഉത്തരം പറയൂ. ദേശ് കാ നമക്, രാജ്യത്തിന്റെ ഉപ്പ് എന്നുള്ള ടാഗ് ലൈനുള്ള പ്രോഡക്റ്റ്. എന്തായാലും ഉപ്പിന്റെ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ദേശ് കാ നമക് എന്നുള്ള ടാഗ് ലൈൻ ഉള്ളത് ഏത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏത് കമ്പനിക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ടാറ്റ സോൾട്ട് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജീസ് കൈതാരമാണ്. ജീസിന് ഒരു പോയിന്റ്. വൈശാഖിനാണ് അടുത്ത പോയിന്റ്.
വൈശാഖിനൊരു പോയിന്റ്, ജയശ്രീ ജോണിനൊരു പോയിന്റ്. അപ്പോൾ ഉപ്പിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ശരിയായിട്ടുണ്ട്. ദണ്ഡി സോൾട്ട് എന്ന് വിമിത പറഞ്ഞിട്ട്, അങ്ങനെ ഒരു ഉപ്പുണ്ടോ? ദണ്ഡി യാത്രയൊക്കെ ഓക്കെ, പക്ഷെ ആ പേരിൽ ഉപ്പുണ്ടോ? അജിത് രാജ് ടാറ്റ സോൾട്ട് പറഞ്ഞിട്ടുണ്ട്. SRK അബു ടാറ്റ, സിൽവി മൈക്കിൾ ടാറ്റ സോൾട്ട്, രജിഷ പ്രശാന്ത് ഹിന്ദി തന്നെ പറഞ്ഞിട്ടുണ്ട് ടാറ്റ നമക്. ബിനു മാത്യു ടാറ്റ ഉപ്പ്, അശ്വതി അച്ചുകുഞ്ഞൻ ടാറ്റ സോൾട്ട്, ഹരി പുലൂർ ടാറ്റ, ജെസ്സി ബാവൻ ടാറ്റ മോൾട്ട്, സോൾട്ട് ആയിരിക്കും ഉദ്ദേശിച്ചത്. രാജേന്ദ്രൻ ഇടയമ്മൽ ടാറ്റ നമക്. ചോദ്യം ചോദിച്ച് 2 മിനിറ്റ് കഴിഞ്ഞാണ് ഇവിടെ എത്തുന്നത് സിൽവി മൈക്കിൾ. ഞാൻ എന്ത് ചെയ്യാനാണ്? തുഷാര രാജേഷ് ടാറ്റ സോൾട്ട്, ഹിന്ദിയിൽ ടൈപ്പ് ചെയ്ത ആളെ സമ്മതിച്ചു എന്ന് വൈശാഖ്. ഒക്കെ കണ്ടു പഠിച്ചൂടെ? അടുത്ത ചോദ്യം, ഇതിന്റെ ഉത്തരത്തിന് പോയിന്റ് കിട്ടിക്കുന്നത് ജി സ്കൈതാരത്തിനും വൈശാഖിനും ജയശ്രീ ജോണിനുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇതും കുറച്ച് പഴയ ഒരു പ്രോഡക്റ്റ് ആണ്. നെയ്ബേഴ്സ് എൻവി, ഓണേഴ്സ് പ്രൈഡ്. നെയ്ബേഴ്സ് എൻവി, ഓണേഴ്സ് പ്രൈഡ് എന്തിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. എല്ലാവർക്കും ലാഗ് ഉണ്ടോ, അതോ ആർക്കെങ്കിലും ഒക്കെ കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ? കുറച്ചെങ്കിലും ലാഗ് ഇല്ലാതെ കിട്ടുന്നുണ്ടോ? ചോദ്യം ഇതാണേ, നെയ്ബേഴ്സ് എൻവി, ഓണേഴ്സ് പ്രൈഡ്. നെയ്ബേഴ്സ് എൻവി, ഓണേഴ്സ് പ്രൈഡ് എന്ന് വെച്ചാൽ അയൽവാസികൾക്ക് അസൂയ ഉണ്ടാക്കുന്നത് ഉടമയുടെ അഭിമാനം. നെയ്ബേഴ്സ് എൻവി, ഓണേഴ്സ് പ്രൈഡ്. എന്താണ് പരിചയം? നല്ല കേട്ട് പരിചയം എന്ന് ജയശ്രീ ജോൺ ഉണ്ടാവും, കുറച്ച് പഴയതാ. നെയ്ബേഴ്സ് എൻവി, ഓണേഴ്സ് പ്രൈഡ്. മേരാ ടേൺ കബ് ആയേഗ എന്ന് സിൽവി മൈക്കിൾ ചോദിക്കുന്നുണ്ട്. അത്രയ്ക്ക് ലാഗ് ഉണ്ടോ? ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് വരൂ, അപ്പൊ ശരിയാവുമായിരിക്കും. നെയ്ബേഴ്സ് എൻവി, ഓണേഴ്സ് പ്രൈഡ്. ഓർമ്മയില്ലേ ആ ചെകുത്താന്? ഒണീഡ TV എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ആദ്യ ഉത്തരം പറഞ്ഞത് ജീസ് കൈതാരാണ്. അപ്പോൾ ജീസിന് ഒരു പോയിന്റ്. രണ്ടാമത് ഉത്തരം പറഞ്ഞത് അജിത് രാജാണ്. അജിത് രാജിന് ഒരു പോയിന്റ്. മൂന്നാമത് ഉത്തരം പറഞ്ഞത് ബിനു മാത്യു. ബിനു മാത്യുവിനും ഒരു പോയിന്റ്. ഓക്കെ, ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒണീഡ TV, താര സുഭാഷ്, സിൽവി മൈക്കിൾ, SRK അബു, രജിഷ പ്രശാന്ത്. രജിഷ തന്നെയാണല്ലോ അല്ലേ, അതോ രഗിഷ എന്നാണോ? അശ്വതി അച്ചുകുഞ്ഞൻ, രാജേന്ദ്രൻ ഇടയമ്മൽ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ലാഗ് ഉണ്ടോ? എന്തായാലും ഒരു കുറച്ച് സെക്കൻഡ് ലാഗ് എന്തായാലും ഉണ്ടാവും, ലൈവ് ആയതുകൊണ്ട്. പിന്നെ ഫേസ്ബുക്കിന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അടുത്ത ചോദ്യമാണ്, 8ാമത്തെ ചോദ്യം. രഗിഷ. ഓക്കെ, രഗിഷ. ഇതെല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. യദിൽ മാംഗെ മോർ. യദിൽ മാംഗെ മോർ എന്നുള്ളത് എന്തിന്റെ ടാഗ് ലൈൻ ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ ടാഗ് ലൈനുകളൊക്കെ കാലം മാറുമ്പോൾ മാറാറുണ്ട് കേട്ടോ, പക്ഷെ ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. യദിൽ മാംഗെ മോർ എന്നുള്ളത് എന്തിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. യദിൽ മാംഗെ മോർ. യദിൽ മാംഗെ മോർ എന്നുള്ളത് എൻ്റെ ChatGPT ഭഗവതി ഇതൊന്നും അറിയില്ലല്ലോ എന്ന് ശ്രുതി ശ്രീധർ. അതേ കുറച്ച് നേരത്തെ ജനിക്കണമായിരുന്നു ശ്രുതി, അതുകൊണ്ടാ. യദിൽ മാംഗെ മോർ എന്നുള്ള ടാഗ് ലൈൻ ഏത് പ്രോഡക്റ്റിന്റെ ആണ്, അല്ലെങ്കിൽ കമ്പനിയുടെ ആണ്, ബ്രാൻഡിന്റെ ആണെന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ 90s കിഡ്സ് ഒക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വൈശാഖ് ജയ് പറഞ്ഞിട്ടുണ്ട് പെപ്സി. വൈശാഖിന് ഒരു പോയിന്റ്. രണ്ടാമത് ഉത്തരം പറഞ്ഞത് ജയശ്രീ ജോൺ. ജയശ്രീക്ക് ഒരു പോയിന്റ്. മൂന്നാമത് ഉത്തരം പറഞ്ഞിരിക്കുന്ന അജിത് രാജ്.
അജിത് രാജിനും 1 പോയിന്റ്. വേറെ ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സിൽവി മൈക്കിൾ, ജി സ്കൈതാരം, രഗിഷ പ്രശാന്ത്, രാജേന്ദ്രൻ ഇടയമ്മൽ, ബിനു മാത്യു, താര സുഭാഷ്, ജെസ്സി ഭാവൻ, ഹരി പുല്ലൂർ. ഇപ്പൊ ഇവിടെ തല്ല് നടക്കുന്നേ, തല്ലുണ്ടാക്കരുത് പ്ലീസ്. ജെൻസിയായ എനിക്ക് വരെ അറിയാന്ന് അജിത് രാജ്. അതെ, വിശ്വസിച്ചു, എല്ലാരും വിശ്വസിച്ചു. സത്യം പറ, 80s കിഡല്ലേ, എന്നിട്ടല്ലേ ജെൻസിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. പെപ്സി എന്ന ഉത്തരം തെറ്റാണ് എന്ന് വൈശാഖ് ജെ. പെപ്സി എന്ന ഉത്തരം തെറ്റാണെന്നോ? ഒരാൾ പിണങ്ങി. വൈശാഖ്, ജയശ്രീ, അജിത് രാജാണ് എനിക്ക് 3 പേരെ കാണിക്കുന്നത്. ജയശ്രീ ഒന്ന് നോക്കണേ. ജീസ് പറയുന്നു 3rd ഞാനല്ലേന്ന്. വൈശാഖ്, ജയശ്രീ, അജിത് രാജ് എന്നുള്ള 3 പേരുടെ പേരാണ് എനിക്ക് ആദ്യം കാണിക്കുന്നത്. അവർക്കാണ് ഞാൻ പോയിന്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രാജേന്ദ്രൻ ഇടയമ്മലിന്റെ ഉത്തരം കിട്ടുന്നില്ലേ, നോക്കട്ടെ. ഇല്ല, ആ ഉത്തരം പെപ്സി എന്നുള്ള ഉത്തരം വന്നിട്ടില്ല കേട്ടോ. അതിന് മുമ്പത്തെ കമന്റ് ആണ് കാണുന്നത്. പെപ്സി ബ്രാൻഡാണ്, പെപ്സി കോളയാണ് പ്രൊഡക്റ്റ് എന്ന്. പെപ്സി ഇന്ത്യ എന്നാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോഴോ കറക്റ്റ് ആണെന്ന്. ഓക്കെ, അപ്പോൾ വൈശാഖ്, ജയശ്രീ, അജിത് രാജിനാണ് ഓരോ പോയിന്റ്. ഓക്കെ, 3rd ഞാനാന്ന് സിൽവി മൈക്കിൾ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ, അടുത്ത ചോദ്യം, ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത്. തീർച്ചയായിട്ടും ബാങ്കിന്റെ പരസ്യമാണ്. അപ്പോൾ ഏത് ബാങ്കാണെന്നാണ് പറയേണ്ടത്? ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത്. നല്ല മനുഷ്യരോടൊപ്പം ബാങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക് ചെയ്യാൻ പറ്റിയ നല്ല മനുഷ്യർ. ഏത് ബാങ്കാണെന്നുള്ളതാണ് ചോദ്യം. ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത് ആരുടെ ടാഗ് ലൈൻ ആണെന്നാണ്. കമ്മീഷൻ തരാൻ മാറ്റിപ്പറാന്ന് ജീസ് കൈതാരം. പറ്റില്ല. നീതി, ന്യായം തുടങ്ങിയവയ്ക്ക് വേണ്ടിയാണ് കൂട്ടക്ഷരങ്ങൾ നിലകൊള്ളുന്നത്. ഓക്കെ, ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത് ഏത് ബാങ്കിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത് ഏകദേശം എല്ലാ ബാങ്കിന്റെ പേരും വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത്. ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത് എന്നുള്ളത്, അതായത് ബാങ്ക് ചെയ്യാൻ നല്ല പറ്റിയ കക്ഷികൾ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ബാങ്കിന്റെ ടാഗ് ലൈൻ ആണ്. ഉത്തരം വന്നിട്ടുണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, കാത്തലിക് സിറിയൻ ബാങ്ക്, HDFC, SBI ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഉത്തരം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആദ്യ ഉത്തരം പറഞ്ഞത് അജിത് രാജ്, വൈശാഖ് ജെ, രാജേന്ദ്രൻ ഇടയമ്മൽ. ഇവർക്ക് 3 പേർക്കാണ് പോയിന്റ്. അജിത് രാജ്, വൈശാഖ്, രാജേന്ദ്രൻ ഇടയമ്മൽ. ഓക്കെ, 3 പേർക്കും ഓരോ പോയിന്റ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താര സുഭാഷ്, വേൾഡ് ബാങ്ക് എന്ന് ഹരി പുല്ലൂർ. ഭയങ്കരം തന്നെ. ICICI വന്നില്ലേ എന്നാരും ചോദിച്ചല്ലോ. ഏകദേശം എല്ലാ ബാങ്കും വന്നു, വേൾഡ് ബാങ്ക് വരെ വന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് ഉത്തരം പറഞ്ഞാൽ എല്ലാ ബാങ്കിന്റെയും പേര് കിട്ടുമെന്ന്. അത് ശരിയാ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്നോവേഷൻ ആൻഡ് യു എന്നുള്ളത് എന്തിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇന്നോവേഷൻ ആൻഡ് യു, കണ്ടുപിടുത്തം നിങ്ങളും, കണ്ടുപിടുത്തവും നിങ്ങളും. ഇന്നോവേഷൻ ആൻഡ് യു ആരുടെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. എനിക്കറിയാം ഈ സമയം ഉത്തരം വൈകുമ്പോൾ നിങ്ങളെല്ലാവരും ഗൂഗിൾ ചെയ്യാൻ പോവല്ലേ. കള്ളക്കളി പാടില്ല. അവനവൻ്റെ ഓർമ്മയിൽ നിന്ന് ഉത്തരം പറയണമെന്ന് ഞാൻ പറഞ്ഞു.
ഇന്നോവേഷൻ ആൻഡ് യു, ഇത് എന്തിൻ്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഇന്നോവേഷൻ ആൻഡ് യു എന്നുള്ളത് എന്തിൻ്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. വേഗം വേഗം ഉത്തരം പറയുക. ഇന്നോവേഷൻ ആൻഡ് യു എന്നത് എന്തിൻ്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഇന്നോവേഷൻ ആൻഡ് യു എന്നുള്ളത് പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. ജി വന്നിട്ടുണ്ട്, ഇന്റൽ വന്നിട്ടുണ്ട്. പക്ഷെ ഉത്തരം ഫിലിപ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യ ഉത്തരം പറഞ്ഞത് അജിത് രാജ് ആണ്. ഈ ടാഗ് ലൈനുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്നോവേഷൻ ആൻഡ് യു എന്നുള്ളത് ഫിലിപ്സിൻ്റെ ഒരു ടാഗ് ലൈൻ ആണ്. അതിനുശേഷം അവർ മാറ്റി കാണും. ഫിലിപ്സ് എന്ന് രണ്ടാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് വൈശാഖ് ജെ ആണ്. മൂന്നാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജെസ്സി ബാവൻ. ഓക്കെ, ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രഗിഷ പ്രശാന്ത്, അശ്വതി അച്ചുകുഞ്ഞൻ, താര സുഭാഷ്, ജീസ് കൈതാരം, രാജേന്ദ്രൻ ഇടയമ്മൽ, നിജു കൊല്ലായിൽ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിഷ മനോജ് തുടങ്ങിയവർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ 30 സെക്കൻഡ് ടൈം കൊടുക്കാമെന്ന്. അങ്ങനെ കൊടുക്കണോ? 30 സെക്കൻഡ് സമയം തരണോ? അപ്പോൾ ലെറ്റ്സ് മേക്ക് തിങ്സ് ബെറ്റർ, അത് മറ്റൊരു ആശ്വാസം എന്ന് പറഞ്ഞ പോലെ അത് ഫിലിപ്സിന്റെ തന്നെ മറ്റൊരു ടാഗ് ലൈൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇന്നോവേഷൻ ആൻഡ് യു എന്നുള്ളത് ഫിലിപ്സിന്റെ ടാഗ് ലൈൻ ആണ്. ഉത്തരം പറഞ്ഞതിൽ അജിത് രാജ്, വൈശാഖൻ, ജെസ്സി ബാവൻ ഇവർക്കാണ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നോബഡി ഡെലിവേഴ്സ് കേരള ബെറ്റർ. നോബഡി ഡെലിവേഴ്സ് കേരള ബെറ്റർ ആരുടെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. നോബഡി ഡെലിവേഴ്സ് കേരള ബെറ്റർ. Nobody delivers Kerala better. Nobody delivers Kerala better. Clue വേണോ? Clue. കേരള ടൂറിസം, മിൽമ, ഇന്ത്യ പോസ്റ്റ്, ഇതൊന്നുമല്ല. Nobody delivers Kerala better. ഉത്തരം വന്നിട്ടുണ്ട്. മലയാള മനോരമ എന്നുള്ളതാണ് ഉത്തരം. ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് വൈശാഖ് ജെ ആണ്. വൈശാഖിന് 1 പോയിന്റ്. രണ്ടാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് SRK അബു. മൂന്നാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജെസ്സി ബാവൻ. 3 പേർക്കും ഓരോ പോയിന്റ്. മലയാള മനോരമയുടെ ടാഗ് ലൈൻ ആണ് നോബഡി ഡെലിവേഴ്സ് കേരള ബെറ്റർ. ബിനു മാത്യു, രഗിഷ പ്രശാന്ത്, ജീസ് കൈതാരം, മാമൻ മാപ്പിള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജേന്ദ്രൻ ഇടയമ്മൽ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. താര സുഭാഷ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അജിത് രാജ്. കഥ പറയുന്ന ഒരാൾ പറയുന്നു വിഴിഞ്ഞം പോർട്ട് അല്ല. അപ്പോൾ 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലാസ്റ്റത്തെ ചോദ്യത്തിന് ഉത്തരം മലയാള മനോരമ. ഓരോ പോയിന്റ് കിട്ടിയിരിക്കുന്ന വൈശാഖ് ജെ, SRK അബു, ജെസ്സി ബാവൻ. ഓക്കെ, അടുത്ത ചോദ്യം.
മലയാള മനോരമ ഇംഗ്ലീഷ് കൊടുക്കും. അവർക്ക് ഇംഗ്ലീഷിലും ഒരു ടാഗ് ലൈൻ ഉണ്ട്. ഓക്കെ, അടുത്ത ടാഗ് ലൈൻ ഇത് ഹിന്ദിയിലാണ്, പക്ഷേ നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും. ജിന്ദഗി കെ സാത്ത് ബി ജിന്ദഗി കെ ബാദ് ബി, ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും. ആരാണത്? ജിന്ദഗി കെ സാത്ത് ബി ജിന്ദഗി കെ ബാദ് ബി. ആരുടെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ജിന്ദഗി കെ സാത്ത് ബി ജിന്ദഗി കെ ബാദ് ബി, ജീവിതത്തിനോടൊപ്പവും ജീവിതത്തിന് ശേഷവും. ആരാണത്? വേഗം വേഗം ഉത്തരം പറയുക. ജിന്ദഗി കെ സാത്ത് ബി ജിന്ദഗി കെ ബാദ് ബി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് മനസ്സിലായി. LIC എന്നുള്ളതാണ് ഉത്തരം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, വൈശാഖ് ജെ ആണ് ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജയശ്രീ ജോൺ. മൂന്നാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് കഥ പറയുന്ന ഒരാൾ. രഗിഷ പ്രശാന്ത്, നിജു കൊല്ലായിൽ, സിൽവി മൈക്കിൾ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അജിത് രാജ്, അശ്വതി അച്ചുക്കുഞ്ഞൻ, SRK അബു, രാജേന്ദ്രൻ ഇടയമ്മൽ, താര സുഭാഷ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഹരി പുല്ലൂർ, ബിനോ മാത്യു, ജെസ്സി ബാബൻ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് നില നോക്കട്ടെ. നിജു കൊല്ലായിൽ 1 പോയിന്റ്, രാജേന്ദ്രൻ ഇടയമ്മൽ 5 പോയിന്റ്. ഓക്കെ, സജിന ഷാജി 1 പോയിന്റ്, ജയശ്രീ ജോൺ 4 പോയിന്റ്, SRK അബു 4 പോയിന്റ്, ജീസ് കൈതാരം 4 പോയിന്റ്, ബിനോ മാത്യു 2 പോയിന്റ്, ഗായത്രി കാവിൽ 1 പോയിന്റ്, വൈശാഖ് ജെ 7 പോയിന്റ്, അജിത് രാജ് 4 പോയിന്റ്, കഥ പറയുന്ന ഒരാൾ 1 പോയിന്റ്, ജെസ്സി ബാബൻ 2 പോയിന്റ്, ഗായത്രി കാവിൽ 1 പോയിന്റ്. ഇനി ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വൈശാഖ് ജെ ആണ് മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് എളുപ്പമാണ്. ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ടാഗ് ലൈൻ ഉള്ളത് ആർക്കാണ്? ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ടാഗ് ലൈൻ ഉള്ളത് ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. പെട്ടെന്ന് വരട്ടെ ഉത്തരം. ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ടാഗ് ലൈൻ ഉള്ളത് ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. 13ാമത്തെ ചോദ്യം. ടവറിൽ ഊഞ്ഞാല് കെട്ടിയിരിക്കണം ബിനോ മാത്യു. ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ആരുടെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വന്നിട്ടുണ്ട്. അമൂൽ ആണ് ഉത്തരം. ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജയശ്രീ ജോൺ ആണ്. ജയശ്രീ ജോണിന് 1 പോയിന്റ്.
രണ്ടാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് വൈശാഖാണ്. വൈശാഖിന് 1 പോയിന്റ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അജിത് രാജാണ്. അജിത് രാജിന് 1 പോയിന്റ്. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നീതു വി ആർ, രാജേന്ദ്രൻ ഇടയമ്മൽ, കഥ പറയുന്ന ഒരാൾ, രഗിഷ പ്രശാന്ത്, പിന്നെ ആരാണ്, നിജു കൊല്ലായിൽ, താര സുഭാഷ്, ശ്രീകുമാരി, ജീസ് കൈതാരം, ജെസ്സി ബാവൻ, ബിനോ മാത്യു, ജിൻസി വി ജോർജ്, ഹരി പുല്ലൂർ, ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അമൂൽ എന്നുള്ളതാണ് ഉത്തരം. എല്ലാവർക്കും വൈകിയാണോ ചോദ്യം കിട്ടുന്നത്? ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടാണോ ചോദ്യം കിട്ടുന്നത് എല്ലാവർക്കും? ഒന്ന് പറയുമോ? അതോ ആർക്കെങ്കിലും ഒക്കെ അല്ലാതെ കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഴപ്പമായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വൈഫൈ ടീമിനാണ് സ്പീഡ് എന്ന്. എല്ലാവരും ഒന്ന് ലൈവ് റിഫ്രഷ് ചെയ്ത് നോക്കിയേ, എല്ലാവർക്കും ലാഗ് മാറുന്നുണ്ടോ എന്നുള്ളത്. ജയശ്രീക്ക് ലാഗ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഡാറ്റയിലുള്ളവർക്ക് എല്ലാവർക്കും ലാഗായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. വൈഫൈ ഉള്ളവർക്ക് എല്ലാവർക്കും റിയൽ ടൈമിൽ കിട്ടുന്നുണ്ട്. അതാണ് അവസ്ഥ എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? വൈഫ് ഇവിടെ ഇല്ല, അതാണെന്ന് ജീസ് കൈതാരം. അതാണ്, വൈഫിനെയൊക്കെ പിടിച്ച് വീട്ടിലിരുത്തിയാൽ ഉത്തരം പെട്ടെന്ന് പറഞ്ഞാൽ പറ്റീനെ. ഓക്കെ, 14ാമത്തെ ചോദ്യമാണ്. ചോദിക്കട്ടെ. ദ കംപ്ലീറ്റ് മാൻ. ദ കംപ്ലീറ്റ് മാൻ ആരുടെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ആരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെ, അല്ലെങ്കിൽ ബ്രാൻഡിന്റെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ. ദ കംപ്ലീറ്റ് മാൻ എന്നുള്ളത് ഏത് ബ്രാൻഡിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഫോണിൽ 2-3 സെക്കൻഡ് ലാഗ് അതുണ്ടാകാറുണ്ട് സാധാരണ. എല്ലാം ഫേസ്ബുക്കിന്റെ ചില ലീലാവിലാസങ്ങളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദ കംപ്ലീറ്റ് മാൻ എന്നുള്ളത് ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ, ബ്രാൻഡിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. അതൊക്കെ അറിയുന്നവരാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. റെയ്മാൻസ് എന്നുള്ളതാണ് ഉത്തരം. ജയശ്രീ ജോണാണ് ആദ്യം ഉത്തരം പറഞ്ഞു. നോക്കട്ടെ, അതോ വൈശാഖ് ജി ആണോ? 34, 24 ആണോ, 62, 54 ആണോ എന്ന് ചോദിച്ച പോലുള്ള അവസ്ഥയാണ് നമ്മുടെ കമൻറ്റ്. ഇങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങോട്ട് പോകും. നോക്കട്ടെ, ആദ്യം പറഞ്ഞത് വൈശാഖ് അല്ലേ? ആദ്യം പറഞ്ഞത് വൈശാഖ്, രണ്ടാമത് പറഞ്ഞത് ചേടാ വീണ്ടും പോയി, എന്തൊരു കഷ്ടമാണത്. വൈശാഖ്, അത് കഴിഞ്ഞിട്ട് ആരാ പറഞ്ഞത്? ജയശ്രീ ജോൺ, അജിത് രാജ് അല്ലേ? ഇങ്ങനെയല്ലേ? വൈശാഖ്, ജയശ്രീ, അജിത് രാജ് അല്ലേ? റൈമൺസ് എന്നുള്ളതാണ് ഉത്തരം. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. താര സുഭാഷ്, ശ്രീകുമാരി, ജിൻസി വി ജോർജ്, ജെസ്സി ബാവൻ, രഗിഷ പ്രശാന്ത്, സിൽവി മൈക്കിൾ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. SRK അബു. ഓക്കെ, വൈശാഖ്, ജയശ്രീ, അജിത്. അംബാനി നീതി പാലിക്കുക, സുക്കർണൻ രാജിവെക്കൂ എന്നൊക്കെ പവിത്രാവണി പോയിന്റ് വാരിക്കോരി തരിക. ആഗ്രഹം കൊള്ളാൻ വർമ്മ സാറേ, പക്ഷെ നടക്കില്ല. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. 15ാമത്തെ ചോദ്യമാണ്. ഓക്കെ, ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ്. നല്ല ഭക്ഷണം നല്ല ജീവിതം ആരുടെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ്.
നിങ്ങൾ ഡാറ്റയിലാണ് ലൈവ് കാണുന്നെങ്കിൽ നല്ല ലാഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാതെ തന്നെ ഫേസ്ബുക്കിന് ലാഗുണ്ട്. എനിക്കിതിലൊന്നും ചെയ്യാനില്ല. ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ് എന്നുള്ളത് ആരുടെ ടാഗ് ലൈൻ ആണെന്നാണ്. അടുത്ത സൺഡേ ഞാൻ ബാംഗ്ലൂരിൽ പോയി ജയശ്രീയുടെ വൈഫൈ അടിച്ചു മാറ്റും. വാസന്തിയും ലക്ഷ്മിയും ഞാനോ? ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ് എന്നുള്ളത് ആരുടെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. വേഗം വേഗം ഉത്തരം പറയുക. ഉത്തരം വന്നിട്ടുണ്ട്. നെസ്ലെ എന്നുള്ളതാണ് ഉത്തരം. LG ഒക്കെ ഉത്തരം പറഞ്ഞവരുണ്ട്. എയർടെൽ എന്ന് പറഞ്ഞവരുണ്ട്. ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് വൈശാഖ് ജയ് അല്ലേ? രണ്ടാം ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജയശ്രീ ജോൺ. മൂന്നാം ഉത്തരം പറഞ്ഞിരിക്കുന്നത് അജിത് രാജ്. രാജേന്ദ്രൻ ഇടയമ്മൽ ITC അല്ല. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. SRK അബു, സുമ വിപിൻ, ജീസ് കൈതാരം, താര സുഭാഷ്, രഗിഷ പ്രശാന്ത്, ബിനു മാത്യു, ജെസ്സി ബാവൻ, സദാനന്ദ് കുമാർ, ശ്രീകുമാരി, നിഷ മനോജ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എയർടെൽ ഉത്തരമല്ല എന്ന് വൈശാഖ് ജയ്. ഏതാ കണക്ഷൻ എന്നാരെങ്കിലും ചോദിച്ചാണെങ്കിൽ അല്ലേ? അപ്പോൾ ഉത്തരം നെസ്ലെ എന്നുള്ളതാണ്. ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ് എന്നുള്ളത് നെസ്ലയുടെ ടാഗ് ലൈൻ ആണ്. വൈശാഖ്, ജയശ്രീ, അജിത് രാജ് 3 പേർക്ക് ഓരോ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം. നോ വൺ ക്യാൻ ഈറ്റ് ജസ്റ്റ് വൺ. നോ വൺ ക്യാൻ ഈറ്റ് ജസ്റ്റ് വൺ എന്നുള്ളത് ഏത് പ്രോഡക്റ്റിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. നോ വൺ ക്യാൻ ഈറ്റ് ജസ്റ്റ് വൺ, അതായത് ആർക്കും ഒന്ന് കഴിച്ചിട്ട് നിർത്താൻ പറ്റില്ല. എന്തായിരിക്കും അത് സാധനം? കല്യാണം എന്നാരും പറയല്ലേ ഉത്തരം. നോ വൺ ക്യാൻ ഈറ്റ് ജസ്റ്റ് വൺ. നോ വൺ ക്യാൻ ഈറ്റ് ജസ്റ്റ് വൺ എന്നുള്ളത് ഏത് പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഏത് ബ്രാൻഡിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുന്നുണ്ട്. ലേസ് എന്നുള്ളതാണ് ഉത്തരം. ആദ്യ ഉത്തരം പറഞ്ഞത് ആരാദ്യ ഉത്തരം പറഞ്ഞത്? വൈശാഖ് ജയ്. വൈശാഖിനൊരു പോയിന്റ്, അജിത് രാജിനൊരു പോയിന്റ്, താര സുഭാഷിനൊരു പോയിന്റ്. ഓക്കെ, ലേസ് എന്നുള്ളതാണ് ഉത്തരം. സുമ വിപിൻ, SRK അബു, രഗിഷ പ്രശാന്ത്, സദാനന്ദ് കുമാർ, രാജേന്ദ്രൻ ഇടയമ്മൽ, ജീസ് കൈതാരം. ഡയറി മിൽക്ക് ആണോ എന്ന് ജയശ്രീ ജോൺ? അല്ല, ഡയറി മിൽക്കും ഒന്നായിട്ട് കഴിക്കാൻ പറ്റില്ല, അത് സത്യമാണ്. എങ്കിലും ഇത് ലേസാണ്. ശ്രീകുമാരി, ശ്രീജ അജിത്, ജെസ്സി ബാവൻ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വൈശാഖ്, അജിത് രാജ്, താര സുഭാഷ് ഇവർക്കാണ് ഓരോ പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ബാങ്കാണ്. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നുള്ളത് ഏത് ബാങ്കിന്റെ ടാഗ് ലൈൻ ആണ്? കള്ളക്കളി ഞാനാണെന്ന് SRK അബു. എൻ്റെ ഈ കമന്റിൽ എനിക്ക് കാണിക്കുന്ന ഓർഡറിലേ ഞാൻ പോയിന്റ് കൊടുക്കുള്ളൂ, കാരണം പലർക്കും പലതരത്തിലായിരിക്കും കാണിക്കുക. ഓക്കെ, ഒരു ബാങ്കിന്റെ ആണ്. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ. പറച്ചിലൊക്കെ ഉള്ളൂ ബാങ്കുകൾക്ക് ഇങ്ങനെ അല്ലേ? പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു അക്കൗണ്ട് സംബന്ധമായ കാര്യവുമായി പോയി കഴിഞ്ഞാൽ ബാങ്കുകൾ നമ്മുടെ പാർട്ട്ണറേ അല്ല എന്നുള്ള രീതിയിലായിരിക്കും പെരുമാറുക. എങ്കിലും അവരുടെ ടാഗ് ലൈനുകളൊക്കെ ഇങ്ങനെയാണ്. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ ഏത് ബാങ്കിന്റെ?
ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുന്നുണ്ട്. പല ബാങ്കിന്റെ പേര് വരുന്നുണ്ട്. നമ്മുടെ ബാങ്ക് എന്ന് ജയശ്രീ ജോൺ ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ. ഓക്കെ, ഫെഡറൽ ബാങ്ക് എന്നുള്ളതാണ് ഉത്തരം. വൈശാഖിനാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേത് ജീസ് കൈതാരം. മൂന്നാമത് പറഞ്ഞത് കഥ പറയുന്ന ഒരാൾ. ഓക്കെ, കഥ പറയുന്ന ഒരാൾ എന്ന് വെച്ചാൽ വിഷ്ണു കെ അല്ലേ കഥ പറയുന്ന ഒരാൾ. ശ്രീകുമാരി ഫെഡറൽ ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. SRK അബു ഫെഡറൽ ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. താര സുഭാഷ്, സദാനന്ദ് കുമാർ പറയുന്നു ICICI അല്ല. ഫെഡറൽ ബാങ്കിന്റെ ടാഗ് ലൈൻ ആണ് പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നുള്ളത്. ഓക്കെ, സുമ വിപിൻ, രാജേന്ദ്രൻ ഇടയമ്മൽ തുടങ്ങിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലിസി സിബി പറയുന്നു SBI അല്ല കേട്ടോ, ഫെഡറൽ ബാങ്കിന്റെ ടാഗ് ലൈൻ ആണ് യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ. SBIയുടെ ടാഗ് ലൈൻ എന്താണ്? ആർക്കെങ്കിലും അറിയാമോ? എന്തെങ്കിലും ഉടായിപ്പായിരിക്കും അല്ലേ? ഇത് ചോദ്യമല്ല കേട്ടോ, ഞാൻ ചോദിക്കുക SBIയുടെ ടാഗ് ലൈൻ എന്താണെന്ന്. ദ ബാങ്കർ ഓഫ് എവറി ഇന്ത്യൻ എന്നുള്ളതാണ് SBIയുടെ ടാഗ് ലൈൻ കേട്ടോ. ദ ബാങ്കർ ഓഫ് എവറി ഇന്ത്യൻ എന്നുള്ളതാണ് SBIയുടെ ടാഗ് ലൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് വേണ്ടത് അടുത്ത ചോദ്യം. അടുത്ത 18ാമത്തെ ചോദ്യമാണ്. ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ എന്നറിയപ്പെടുന്ന ടാഗ് ലൈനുള്ള കമ്പനി ഏതാണ്? ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ. വൈശാഖിനി ഞായറാഴ്ചയും ജോലിക്ക് പോക്കോണം, ചുമ്മാ ഇങ്ങനെ ഉഴപ്പ് വീട്ടിലിരിക്കരുതെന്ന് ഷൈബി ഷാജു. സത്യ. ദ ബാങ്കർ ടു എവറി ഇന്ത്യൻ എന്ന് ജയശ്രീ ജോണും താര സുഭാഷും പറയുന്നു. SBIയുടെ ടാഗ് ലൈൻ അതാണ്. ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്, ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ എന്ന ടാഗ് ലൈൻ ഉള്ളത് ആർക്കാണ്? പെട്ടെന്ന് വരട്ടെ ഉത്തരങ്ങൾ. ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ. ഉത്തരം വരുന്നുണ്ട്. ശരിയാണ് ഉത്തരം. ഇന്ത്യൻ റെയിൽവേ എന്നുള്ളതാണ് ഉത്തരം. ആദ്യ ഉത്തരം പറഞ്ഞത് വൈശാഖ് ജയ് അല്ലേ? രണ്ടാമത് താര സുഭാഷ്. മൂന്നാം ഉത്തരം പറഞ്ഞത് ജയശ്രീ. അപ്പോൾ 3 പേർക്ക് ഓരോ പോയിന്റ്. അജിത് രാജ്, SRK അബു തുടങ്ങിയവർക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജീസ് കൈതാരം, ശ്രീകുമാരി, സദാനന്ദ് കുമാർ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യമാണ്. ദി അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ. ദി അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ എന്തിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ദി അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ എന്തിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ റെയിൽവേ ലിസി സിബി പറഞ്ഞിട്ടുണ്ട്. ചോദ്യപേപ്പർ വൈശാഖ് ജയ്ക്ക് ചോർന്ന് കിട്ടിയെന്ന് ജീസ് കൈതാരം. ചോദ്യപേപ്പർ ഒന്നും ചോരില്ല. ദി അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ എന്നുള്ളത് എന്തിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. പെട്ടെന്ന് വരട്ടെ ഉത്തരം. ദി അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ എന്നുള്ളത് എന്തിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഒരു കാറാണ് അല്ലെങ്കിൽ കാർ കമ്പനിയാണെന്ന് മനസ്സിലായി കാണും. ഉത്തരം ശരിയാണ്. BMW എന്നുള്ളതാണ് ഉത്തരം. ആദ്യ ഉത്തരം പറഞ്ഞത് താര സുഭാഷ്. ഓക്കെ, താര 1 പോയിന്റ്. വൈശാഖ് ജയ് രണ്ടാമത് ഉത്തരം പറഞ്ഞു. വൈശാഖിന് 1 പോയിന്റ്. ജയശ്രീ ജോണിന് 1 പോയിന്റ്. താര സുഭാഷ്, വൈശാഖ് ജയ്, ജയശ്രീ ജോൺ. ഓക്കെ, അജിത് രാജ്, ജീസ് കൈതാരം,
കഥ പറയുന്ന ഒരാൾ, ശ്രീകുമാരി, സദാനന്ദ് കുമാർ, SRK അബു തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. BMW എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, 20ാമത്തെ ചോദ്യം. തിങ്ക് ഡിഫറെന്റ്. തിങ്ക് ഡിഫറെന്റ് എന്നുള്ളത് ഏത് പ്രൊഡക്റ്റിന്റെ ടാഗ് ലൈൻ ആണ്? രാജേന്ദ്രൻ ഇടയമ്മൽ ലിസ്റ്റിൽ ആദ്യത്തെ 3-ലുണ്ട്, പോയിന്റിൽ വരുന്നുമില്ല, ഞാൻ നിർത്തുന്നു. ഞാൻ എനിക്ക് കാണിക്കുന്ന ഓർഡറിൽ മാത്രമാണ് പോയിന്റ് കൊടുക്കുന്നത്, അല്ലാതെ ആർക്കും പ്രത്യേകിച്ചൊരു എന്താ പറയുക, എനിക്കറിയുന്നവർക്ക് പോയിന്റ് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യുമ്പോഴേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഈ കമൻറ്റിൽ പലതരത്തിലാണ് പലർക്കും കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന ഓർഡറിൽ എടുക്കാനേ പറ്റത്തുള്ളൂ. തിങ്ക് ഡിഫറെന്റ് എന്നുള്ളത് ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് ബ്രാൻഡിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. തിങ്ക് ഡിഫറെന്റ് എന്നുള്ളത് ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് ബ്രാൻഡിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വന്നിട്ടുണ്ട്. ആപ്പിൾ എന്നുള്ളതാണ് ഉത്തരം. വൈശാഖിനാണ് 1 പോയിന്റ്. രണ്ടാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് താര സുഭാഷ്. ഓക്കെ, മൂന്നാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത്, അപ്പോഴേക്കും എൻ്റെ കമന്റ് ഓടിപ്പോയി, നോക്കട്ടെ. മൂന്നാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജീസ്. ഓക്കെ, ആപ്പിൾ എന്നുള്ളതാണ് ഉത്തരം. പോയിന്റ് വൈശാഖ് ജയ്, താര സുഭാഷ് ആൻഡ് ജീസ് കൈതാരം. ഓക്കെ, അടുത്ത ചോദ്യം. ഫിംഗർ ലിക്കിംഗ് ഗുഡ്. ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നുള്ള ടാഗ് ലൈൻ എന്തിൻ്റെയാണ്? ഫിംഗർ ലിക്കിംഗ് ഗുഡ്, ഇതിന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാൾ ഇവിടെ ഇല്ല. ഇപ്പോൾ അവളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉത്തരം ചാടി പറഞ്ഞേനെ. ഫിംഗർ ലിക്കിംഗ് ഗുഡ്. ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നുള്ളത് എന്തിൻ്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം പറയാൻ സാധ്യതയുള്ള ഒരാൾ ഇന്ന് നമ്മുടെ ലൈവിൽ പങ്കെടുത്തിട്ടില്ല. അത് മുർഷിദ പർവീനാണ്. ഉത്തരം വന്നിട്ടുണ്ട്. KFC എന്നുള്ളതാണ് ഉത്തരം. കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ. KFCയുടെ ടാഗ് ലൈൻ ആണ് ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നുള്ളത്. ഓക്കെ, ആദ്യ ഉത്തരം പറഞ്ഞത് താര സുഭാഷ് ആണ്. രണ്ടാമത് ഉത്തരം പറഞ്ഞത് വൈശാഖ്. മൂന്നാമത് ഉത്തരം പറഞ്ഞത് രഗിഷ. ഓക്കെ, ജയശ്രീ ജോൺ, SRK അബു, ജീസ് കൈതാരം, ബിനു മാത്യു, അജിത് രാജ്, ശ്രീകുമാരി തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷൈബി ഷാജു പറവി എന്നും അജിത് രാജ് പറവിക്കോഴി എന്നും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. KFC എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, താര, വൈശാഖ്, രഗിഷ ഇവർക്കാണ് ഓരോ പോയിന്റ്. ഇനി 22ാമത്തെ ചോദ്യം. കറ നല്ലത് അല്ലെങ്കിൽ ദാഗ് അച്ഛേ ഹേ എന്നുള്ള ടാഗ് ലൈൻ വരുന്നത് ഏത് പ്രൊഡക്റ്റിനാണ്? ദാഗ് അച്ഛേ ഹേ, കറ നല്ലതാണ് അല്ലെങ്കിൽ കറ നല്ലതിന് എന്നുള്ള ടാഗ് ലൈൻ വരുന്നത് ഏതിനാണെന്നുള്ളതാണ് ചോദ്യം. ദാഗ് അച്ഛേ ഹേ.
തുണി അലക്കിയിട്ട് വരാമെന്ന് കഥ പറയുന്ന ഒരാൾ പറയുന്നു. ദാഗ് അച്ഛേ ഹേ. ഏകദേശം എല്ലാ ഡിറ്റർജന്റ് പൗഡറുകളുടെയും പേരുകൾ വരുന്നത്. ഉത്തരം സർഫ് എന്നുള്ളത് തന്നെയാണ്. സർഫ് എന്നുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് താര സുഭാഷ് ആണ്. താരയ്ക്ക് 1 പോയിന്റ്. സർഫ് എക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ട് വൈശാഖ് ജെ. വൈശാഖിന് 1 പോയിന്റ്. 3ാമത്തെ പോയിന്റ് അജിത് രാജിനാണ്. ഓക്കെ, 23ാമത്തെ ചോദ്യമാണ്. ഇത് ഏത് ബ്രാൻഡിന്റെ ടാഗ് ലൈൻ ആണെന്ന് പറയണേ. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. മൈക്രോസോഫ്റ്റ് എക്സൽ അല്ലേ എന്ന് ജയശ്രീ ജോൺ ചോദിക്കുന്നു. അല്ല, പവർ പോയിന്റ് എന്ന് വൈശാഖ് ജയ് പറയുന്നു. എന്തോന്നറിയ, ഇത് നഴ്സറി ക്ലാസ്സോ? സൺലൈറ്റ്, ഉജാല, വീൽ തുടങ്ങിയവ എല്ലാ ഉത്തരങ്ങളും വന്നിരുന്നു. പക്ഷെ ഉത്തരം സർഫാണെന്ന് മാത്രം. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്നുള്ള ടാഗ് ലൈൻ ആരുടെയാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുന്നുണ്ട്. അറ്റ്ലസ് എന്നുള്ളതാണ് ഉത്തരം. ജയശ്രീ ജോണിന് 1 പോയിന്റ്. 2ാം ഉത്തരം പറഞ്ഞത് അജിത് രാജ്. 3ാം ഉത്തരം പറഞ്ഞത് ഇത് അറ്റ്കസ് ജ്വൽസോ? ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. വൈശാഖ് ജയ്ക്ക് 3ാമത് പോയിന്റ് കേട്ടോ. ജയശ്രീ ജോൺ, അജിത് രാജ്. ഒരു സെക്കൻഡ്, വൈശാഖ് ജയ് അല്ല, അതിന് മുമ്പ് രജിഷ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രജിഷയ്ക്കാണ് പോയിന്റ് കേട്ടോ. ജയശ്രീ ജോൺ, അജിത് രാജ്, രജിഷ. കഥ പറയുന്ന ഒരാൾ ഷൈബി ഷാജു, താര സുഭാഷ്, ജീസ് കൈതാരം, ശ്രീകുമാരി തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ചോദ്യം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ പോയിന്റ് തന്നെ പറയാം. ഓക്കെ, 24ാമത്തെ ചോദ്യമാണ്. ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി. ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി. നമുക്കെല്ലാം വളരെ പരിചിതമായ ഒരു സംഭവത്തിന്റെ ടാഗ് ലൈൻ ആണിത്. നമ്മുടെ ജീവിതത്തിന്റെ, ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ ഒരു സംഭവത്തിന്റെ ടാഗ് ലൈൻ ആണ്. ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി. ആലോചിച്ച് നോക്കൂ. ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി. ഇതൊരു ആപ്പാണ്. നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒരു ആപ്പാണ്. ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി. പലതരം ടാഗ് ലൈൻ ഉണ്ടാവും കേട്ടോ, ഒരു സർവീസിനോ ആപ്പിനോ പ്രൊഡക്റ്റിനോ ഒക്കെ. പക്ഷെ ഇതും ഒരു ടാഗ് ലൈൻ ആണ്. ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി. ഫെവി ക്വിക്ക്, ഈസി ക്വിക്ക്, ഈസി കുക്ക്, ഫെവിക്കോൾ തുടങ്ങിയവയൊക്കെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി. ഏത് ആപ്പിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുന്നുണ്ട്. വാട്സാപ്പ് എന്ന് ഷൈബി ഷാജു. വാട്സാപ്പ് അല്ല. ഫെവിക്കോളും അല്ല. ഇത് വഴുതനങ്ങയല്ല, ഇത് മത്തങ്ങയല്ല എന്ന് പറഞ്ഞ പോലെ വാട്സാപ്പ് അല്ല, ഫെവിക്കോളും അല്ല. നമ്മളിപ്പോൾ കാണുന്നത് അതിലൂടെയാണ്. ഇനി ആർക്ക് ഉത്തരം പറയാലോ? ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി. പക്ഷെ സ്ലോ ആൻഡ് സ്ലഗിഷ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ലാഗ് ഉള്ളൊരു സാധനമാണ്.
ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി എന്നുള്ളത് എന്തിന്റെ ടാഗ് ലൈൻ ആണ്? ഉത്തരം വന്നിട്ടുണ്ട്. 3 പേരെങ്കിലും പറഞ്ഞാൽ ഒരാൾ കൂടി പോയിന്റ് കൊടുക്കാം. ഇപ്പൊ 2 പേരെ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി എന്നുള്ളത് ഫേസ്ബുക്കിന്റെ ടാഗ് ലൈൻ ആണ്. ഫേസ്ബുക്കിന് വേറെയും ടാഗ് ലൈൻ ഉണ്ട്, പക്ഷെ ഫേസ്ബുക്കിന്റെ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് ലൈവിന്റെ ടാഗ് ലൈൻ ആണെന്ന് തോന്നുന്നു. ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി. അപ്പോൾ ആദ്യം ഉത്തരം പറഞ്ഞത് താരയാണ്. താരയ്ക്ക് ഒരു പോയിന്റ്. അതിന് മുൻപ് ഒരാൾ ഉത്തരം പറഞ്ഞായിരുന്നു. എന്തുവായിരുന്നു ആളുടെ പേര്? ആദ്യം ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. രഗിഷ. ഓക്കെ, രഗിഷയ്ക്കാണ് ഒരു പോയിന്റ്, താരയ്ക്ക് ഒരു പോയിന്റ്. പിന്നെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞത് ജയശ്രീ. ഓക്കെ, ഫേസ്ബുക്ക് ലൈവ് എന്ന ചിത്ര. ശരിയാ, ഫേസ്ബുക്ക് ലൈവിന്റെ ടാഗ് ലൈൻ ആണ് ഇറ്റ്സ് ക്വിക്ക് ആൻഡ് ഈസി. അപ്പൊ അവസാനത്തെ ചോദ്യം 25ാമത്തെ ചോദ്യമാണ്. ഇതിന് ഉത്തരം ആരൊക്കെ പറയുന്നു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്: കഥയും ജീവിതവും എന്തിന്റെ ടാഗ് ലൈൻ ആണ്? വേഗം വേഗം ഉത്തരം പറഞ്ഞു. ഇതിന്റെ ഉത്തരം തെറ്റിക്കുന്നവരെ എല്ലാവർക്കും ഞാൻ പ്രത്യേക ഇമ്പോസിഷൻ തരുന്നതായിരിക്കും. കഥയും ജീവിതവും എന്നുള്ളത് എന്തിന്റെ ടാഗ് ലൈൻ ആണ്? ലൈവ് എന്നൊക്കെ ഞാനേ പറഞ്ഞുള്ളൂ. കണ്ട, ചിത്ര കൃത്യമായിട്ട് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഉത്തരം പറയുന്നത്. നോക്കൂ, കഥയും ജീവിതവും എന്നുള്ളത് എന്തിന്റെ ടാഗ് ലൈൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം തെറ്റിക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഇമ്പോസിഷൻ നൽകുന്നതായിരിക്കും. പോരട്ടെ, കഥയും ജീവിതവും എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും അറിയാം, കഥയും ജീവിതവും എന്നുള്ളത് കൂട്ടക്ഷരങ്ങളുടെ ടാഗ് ലൈൻ ആണ്. അപ്പോൾ ആദ്യം ഉത്തരം പറഞ്ഞത് കഥ പറയുന്ന ഒരാളാണ്. രണ്ടാമത് പറഞ്ഞത് താര സുഭാഷ്. മൂന്നാമത് പറഞ്ഞത് ഷൈബി. ജീസ് കൈതാരം, രഗിഷ പ്രശാന്ത്, അജിത് രാജ്, SRK അബു തുടങ്ങിയവരൊക്കെ കറക്റ്റ് പറഞ്ഞാൽ 5 പോയിന്റ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശ്രീകുമാരി, രാജേന്ദ്രൻ ഇടയമൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫേസ്ബുക്ക് ലൈവിന്റെ ലാഗ് കൊണ്ടുള്ള പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് കാണുന്ന ഓർഡറിൽ മാത്രമേ എനിക്ക് പോയിന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പലരുടെ മൊബൈൽ സ്ക്രീനിൽ പലതരത്തിലായിരിക്കും ഫേസ്ബുക്ക് കമന്റ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് രാജേന്ദ്രൻ ഇടയമലിൽ ചില സമയത്ത് പോയിന്റ് കിട്ടാതെ പോകുന്നത്. അപ്പോൾ നമ്മുടെ 25 ചോദ്യങ്ങളും അവസാനിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി പോയിന്റ് കൂട്ടി നോക്കിയാലോ? ഞാൻ പോയിന്റ് കൂട്ടുന്നത് വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റ് ടാഗ് ലൈനുകൾ കമന്റിൽ പറയും.
അപ്പോൾ നമ്മുടെ മാർക്ക് പോയിന്റ് ഇത്രയാണേ. വൈശാഖ് ജയ് 17 പോയിന്റുമായിട്ട് 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. ആശംസകൾ. 2ാം സ്ഥാനത്തുള്ളത് ജയശ്രീ ജോൺ ആണ്, 11 പോയിന്റ്. 3ാം സ്ഥാനത്തുള്ളത് അജിത് രാജ്, 10 പോയിന്റ്. 4ാം സ്ഥാനത്ത് താര സുഭാഷ് ആണ്, 8 പോയിന്റ്. ജി സ്കൈതാരം 6 പോയിന്റുമായി 5ാം സ്ഥാനത്തുണ്ട്. രാജേന്ദ്രൻ ഇടയമ്മൽ 4 പോയിന്റ്. SRK അബു 4 പോയിന്റ്. കഥ പറയുന്ന ഒരാൾ 3 പോയിന്റ്. രഗിഷ 2 പോയിന്റ്. നോക്കട്ടെ, 2 പോയിന്റാണ് ഞാൻ കണ്ടത്. 1 പോയിന്റ് നേടിയവരൊക്കെ ഉണ്ട്. നിജു, സജിന ഷാജി, ഗായത്രി കാവലിന് 2 പോയിന്റ്. ജെസ്സി ബാബന് 2 പോയിന്റ്. ഷൈബി ഷാജുവിന് 1 പോയിന്റ്. ഇത്രയും പേരൊക്കെ നമ്മുടെ പോയിന്റ് ലീഡർ ബോർഡിലുള്ളൂ. ഓക്കെ, അപ്പോൾ 1ാം സ്ഥാനം വൈശാഖ് ജയ്ക്കാണ്, 17 പോയിന്റ്. 2ാം സ്ഥാനം ജയശ്രീ ജോൺ 11 പോയിന്റ്. 3ാം സ്ഥാനം അജിത് രാജിന് 10 പോയിന്റ്. താര സുഭാഷ് 4ാം സ്ഥാനം 8 പോയിന്റ്. ജി സ്കൈതാരത്തിന് 5ാം സ്ഥാനം 6 പോയിന്റ്. അപ്പോൾ നമ്മുടെ 25 ചോദ്യങ്ങളുള്ള ഇന്നത്തെ ക്വിസ് ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടുകൂടി തന്നെ ഇന്നത്തെ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. ചിലർക്കൊക്കെ പോയിന്റ് കിട്ടാത്ത പ്രശ്നം, ലാഗ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. ഫേസ്ബുക്കിൻ്റെ ലൈവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിലുണ്ടാകുന്ന ലാഗുകൾ, അതിൽ കാണിക്കുന്ന കമൻറ്റുകളുടെ ഓർഡറുകൾ തുടങ്ങിയവയിലൊക്കെ നമുക്ക് എപ്പോഴും തർക്കം ഉണ്ടാകുന്നത് തന്നെയാണ്. നിങ്ങൾ തന്നെ 2-3 പേരുടെ മൊബൈലിൽ നിന്ന് എടുത്ത് ഈ ലൈവ് നോക്കിയാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. പലർക്കും പലതരത്തിലായിരിക്കും കമൻറ്റുകളുടെ ഓർഡറുകൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് പോയിന്റ് മാറിപ്പോകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളായിരിക്കാം കാണിക്കുന്നത്, പക്ഷെ എനിക്കിവിടെ കാണിക്കുന്നത് വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ഇനി അടുത്ത ലൈവ് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഈ അവധിക്കാലത്ത് മൊത്തം ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലൈവ് ക്വിസ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ അടുത്ത വിഷയവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.